ഇന്ന് ബീഫ് ഉലർത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യമായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക, ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇനി ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നീളത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് അരക്കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു കപ്പ് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി വൃത്തിയാക്കാൻ മടിയുള്ളവർക്ക് അരക്കപ്പ് ചെറിയുള്ളിയും ബാക്കി സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇടയ്ക്കൊരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബീഫ് മസാലപ്പൊടികൾ ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഉള്ളീൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിനി വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീഫും ഉള്ളിയൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് യോജിക്കുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അല്ലാണ്ട് വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. ബീഫ് ഡ്രൈ റോസ്റ്റിന്റെ വീഡിയോ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കാണണേ. അവസാനത്തെ മിനിക്കോണിയായിട്ട് കുരുമുളക് പൊടി, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇതിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ കേട്ടോ കഴിക്കുന്നത്. ഫുൾ വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.